ഗുഡ് ഡേ സ്റ്റുഡൻസ്. ISSD എക്സാമിനേഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു എക്സാം ഡെമോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലോഗിൻ ID ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഡെമോ സ്റ്റുഡൻറ്റിന്റെ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലോഗിൻ ചെയ്യുവാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ സൈഡിലായിട്ട് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓൺലൈൻ എക്സാം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ എക്സാം റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ എക്സാമിന്റെയും പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും ഓൺലൈൻ എക്സാം റിസൾട്ടിൽ. ഇനി ഏറ്റവും താഴെ റിസൾട്ട് എന്ന് മാത്രമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. എല്ലാ മൊഡ്യൂൾസിന്റെയും എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോ മെയിൻ എക്സാമിനേഷന്റെ മാർക്കും ഇന്റേണൽ മാർക്കിങ്ങും ഈ ഒരു ഫൈനൽ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിനും ഒരു ക്ലാസ് ടെസ്റ്റും ഒരു മെയിൻ എക്സാമും ഉണ്ടാവുന്നതാണ്. ഈ ക്ലാസ് ടെസ്റ്റിനാണെങ്കിലും മെയിൻ എക്സാമിനേഷൻ ആണെങ്കിലും ടോട്ടൽ ടൈം വരുന്നത് 1 hour 10 minutes ആണ്. ഇനി നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 60-ലായിരിക്കും. 60-ല് 36 നിങ്ങളുടെ പാസ് മാർക്ക് വരുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്ക് വെച്ചായിരിക്കും. HI സ്റ്റുഡൻസിന്, വെയർഹൗസ് സ്റ്റുഡൻസിനാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ചിട്ടായിരിക്കും. സോ വെയർഹൗസ് സ്റ്റുഡൻസിന് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. HI സ്റ്റുഡൻസിന് 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾക്ക് എങ്ങനെയാണ് എക്സാമിനേഷൻ എഴുതുന്നത് നോക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ ഇപ്പോൾ 3 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. പക്ഷെ നിങ്ങളുടെ എക്സാമിനേഷന്റെ അന്ന് ഏതാണോ നിങ്ങളുടെ എക്സാം ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതായത് ഡേറ്റ് ആൻഡ് ടൈം നോക്കാം, മൊഡ്യൂൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു 12:30 to 1:30 വരെയുള്ള ഈ ഒരു എക്സാമിനേഷൻ ആണ്. സോ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ആവും. ഇവിടെ നിങ്ങൾക്ക് മൊഡ്യൂൾ ഏതാണ്, അതുപോലെ സബ്ജക്ട് കോഡ് കൊടുത്തിട്ടുണ്ട്, എക്സാം ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ 1 hour 10 minutes ആണ് കിട്ടുന്നത്. ഇനി ഈ എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ എക്സാമിനേഷന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റക്കോ ലാഗോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ്. അപ്പോൾ നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ കീപ്പ് ചെയ്യുക. ഇനി നമ്മൾക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസിന്റെ പേജ് വരും. ഇത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ ഇന്റർഫേസിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ പാലറ്റ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ നമ്പേഴ്സും ഓരോ കളർ ബോക്സസിലായിരിക്കും കാണാൻ സാധിക്കുക. ഈ ഓരോ കളേഴ്സും ഓരോ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ബ്ലൂ കളർ ആണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. റെഡ് ആണെങ്കിൽ നിങ്ങൾ അത് വിസിറ്റ് ചെയ്തു പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല. ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾ അത് സേവ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ കളർ കോഡ്സ് നോക്കിയിട്ട് എത്ര എണ്ണം ഇനി അറ്റൻഡ് ചെയ്യാനുണ്ട്, ഏതെല്ലാം നിങ്ങൾ സേവ് കൊടുത്തു എന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റിനും ആൻസർ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഫൈനലി ഫിനിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക. ദെൻ ഈ കോർണറിലായിട്ട് ഐ ആം റെഡി ടു ബിഗിൻ എന്ന് കാണാം. ഐ ആം റെഡി ടു ബിഗിൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനു മുന്നേ ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്കിപ്പോ എക്സാമിനേഷന് ബാക്ക് പോകുന്നതുകൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല. ഈവൻ ദോ നിങ്ങൾക്കിപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ വീണ്ടും എക്സാം എഴുതുകയോ, നിങ്ങൾക്ക് ലാപ്പിലോ ഫോണിലോ ഏത് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് എക്സാമിനേഷൻ എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്താൽ നിങ്ങൾ ഉടനെ തന്നെ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യുകയോ ഡിവൈസ് സ്വിച്ച് ചെയ്യുകയോ ചെയ്ത് നോക്കാം. ഇനി ബാക്ക് പോയാൽ ഇഷ്യൂ ഇല്ല, ബാക്ക് പോയിട്ട് അതേ പാറ്റേണിൽ തന്നെ മുന്നോട്ട് വന്നാൽ മതിയാവും. ഇപ്പൊ നിങ്ങൾ എക്സാം ടൈമിന് മുന്നെയാണ് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, യുവർ എക്സാം ഷെഡ്യൂൾഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ എക്സാം ടൈം എക്സാക്ട്ലി എത്ര മണിക്കാണോ അതിന് തൊട്ട് മുൻപ് എപ്പോൾ നിങ്ങൾ കൊടുത്താലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ആവാൻ എക്സാം ടൈം ആയിട്ടും സ്റ്റാർട്ട് കൊടുത്തിട്ട് എക്സാം സ്റ്റാർട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്തതിന് ശേഷം എക്സാം കണ്ടിന്യൂ ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് കൊടുത്തു, ഇൻസ്ട്രക്ഷൻസിന്റെ പേജ് വായിച്ചു, താഴെ ഈ ടിക്ക് ബോക്സ് കൊടുത്തു, ദെൻ ഐ ആം റെഡി ടു ബിഗിൻ കൊടുത്തു.
അപ്പോൾ എക്സാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ടൈമർ കാണാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ടൈമർ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, നിങ്ങൾ നോർമൽ നെറ്റ്വർക്ക് ടൈം നോക്കിയാൽ മതി. മൊബൈലിലും അതല്ലാതെ നെറ്റ്വർക്കിലൊക്കെ ഉള്ള ടൈം നോക്കിയാൽ മതി. കാരണം നിങ്ങൾ കുറച്ച് ലേറ്റ് ആയാൽ പോലും ആ എക്സ്ട്രാ ടൈമും കൂടി ഈ ടൈമറിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും സമയമുണ്ടെന്ന് വിചാരിച്ച് അവസാനം നിങ്ങളുടെ ടൈം ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ പാലറ്റ്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസും കളർ കോഡ്സിലാണ് കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇപ്പൊ റെഡ് ആണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വിസിബിൾ ആണ്. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ ചെയ്യുക, എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഒരിക്കലും ഒരു കാരണവശാലും ആദ്യം തന്നെ ഫിനിഷ് ബട്ടൺ കൊടുക്കരുത്. ആദ്യം തന്നെ ഫിനിഷ് ബട്ടൺ കൊടുത്താൽ അതോടുകൂടി എക്സാം ടെർമിനേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ ഏറ്റവും അവസാനം മാത്രമേ ഫിനിഷ് ബട്ടൺ കൊടുക്കാവൂ. നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം കൊടുക്കേണ്ടത് സേവ് ആൻഡ് നെക്സ്റ്റ് ആണ്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇപ്പോൾ ഗ്രീൻ കളറായി, ക്വസ്റ്റ്യൻ നമ്പർ 2 റെഡ് കളറായി. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്കിപ്പോൾ വിസിബിൾ ആണ്, ബാക്കിയെല്ലാം ബ്ലൂ കളറാണ്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ അതൊന്നും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ റൈറ്റ് ആൻസർ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ ഓരോന്നും നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു പോവുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ അറിയില്ല അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫിഫ്ത് ക്വസ്റ്റ്യൻ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിന് ആൻസർ കൊടുക്കാം. ഫിഫ്ത്ത് ആൻസർ ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോവാം. ഈ ഓർഡറിൽ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ നമ്പറിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കാം. നിങ്ങൾ ഓൾറെഡി അതിനൊരു ആൻസർ കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് ആ ഒരു ഓപ്ഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻ ഏതാണോ ചേഞ്ച് ചെയ്യാനുള്ളത് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴയ ഓപ്ഷൻ മാറി പുതിയ ഓപ്ഷൻ സേവ് ആകും. അപ്പൊ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്താൽ. അങ്ങനെ നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്യുക, ആൻസർ ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു പോവുക. അങ്ങനെ നിങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞു എങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആൻസർ ചെയ്തിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം റീചെക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് ഫിനിഷ് കൊടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് റീചെക്ക് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക, ഇത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണമെന്നില്ല, ഓൾറെഡി ഒരു വട്ടം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തത് ഗ്രീൻ കളർ ആയെങ്കിൽ വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണ്ട. ഓക്കെ, അങ്ങനെ നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷ് ബട്ടൺ കൊടുക്കാം. അപ്പൊ ഞാൻ ഫിനിഷ് ക്ലിക്ക് ചെയ്യുവാണ്. സോ ഇങ്ങനെ ചോദിക്കും, ഡു യു വോണ്ട് ടു ഫിനിഷ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാം കൺഫർമേഷൻ ഡയലോഗ് ബോക്സ് വരും. അതിൽ എത്ര ആൻസർ ചെയ്തു, എത്രയെണ്ണം നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല, എത്രയെണ്ണം വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോയി വീണ്ടും ആൻസർ ചെയ്യണമെങ്കിൽ ക്ലോസ് കൊടുക്കുക, എന്നിട്ട് വീണ്ടും എത്രയെണ്ണം ആണോ ആൻസർ ചെയ്യാനുള്ളത് അതെല്ലാം ആൻസർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആൻസർ ചെയ്യാനുള്ളതെല്ലാം ആൻസർ ചെയ്യാം. ഞാൻ റാൻഡം ആയിട്ട് ഓരോരോ ആൻസേഴ്സ് ക്ലിക്ക് ചെയ്യുവാണ്. അങ്ങനെ ഇനി നിങ്ങൾക്ക് ഒരു ആൻസേഴ്സും ഇനി ചെയ്യാനില്ല, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഫിനിഷ് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇത് ലൈവായിട്ട് നമ്മളുടെ സെർവറിൽ സേവ് ആകുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ ഏതൊക്കെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തോ അതെല്ലാം സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വൈഫൈ കട്ടായി കറണ്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അടുത്തൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുക. അതുവരെ നിങ്ങളിപ്പോൾ ഒരു 10 എണ്ണം ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 എണ്ണവും അവിടെ സേവ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് 11ാമത്തെ മുതൽ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഇതുപോലെ തന്നെയാണ് വേറെ എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയാലും, നിങ്ങൾ ഉടനെ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കുക. നെറ്റ്വർക്ക് വീക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ സ്റ്റക്ക് ആവുകയും ലാഗ് ആവുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവില്ല ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നെറ്റ്വർക്ക് നല്ല സ്ട്രെങ്ത് കൂടിയ ഒരു ഏരിയയിലേക്ക് മാറി നിന്നിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈസ് ചേഞ്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പോയിട്ട് ഒന്നുകൂടെ ഫ്രണ്ടിലേക്ക് ഇതേ സ്റ്റെപ്പ് ചെയ്ത് വരാം. അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോ ടൈം ആകുന്നതിന് മുന്നേ ഫിനിഷ് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സാം എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഫിനിഷ് കൊടുത്തിട്ടില്ലെങ്കിലും എക്സാക്ട് ടൈം ആവുമ്പോൾ നിങ്ങളുടെ ടൈം എപ്പോഴാണോ തീരുന്നത്, ഇപ്പോ ലൈവ് ബാച്ച് HA ലൈവ് ബാച്ചിന്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 11 മണി മുതൽ 12:10 വരെയാണ്, 1 hour 10 minutes. അപ്പോൾ 12:10 ആകുമ്പോൾ, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സാമിനേഷന്റെ ടൈമിംഗ് നിങ്ങൾ ടൈം ടേബിൾ നോക്കി കൃത്യമായിട്ട് കൺഫേം ചെയ്യാം. ഫോർ എക്സാമ്പിൾ 11 to 12:10 എക്സാമിനേഷൻ ഉള്ള ഒരാളാണെങ്കിൽ 12:10 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സാം ടെർമിനേറ്റഡ് ആവും.
ലോഗ് ഔട്ട് ആവും. അപ്പൊ അതുവരെ നിങ്ങൾ എത്ര എണ്ണം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടോ, ഗ്രീൻ കളർ ആയിട്ട് സേവ് ആയിട്ടുണ്ടോ, അതെല്ലാം സേവ് ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇഷ്യൂ ഇല്ല, അതെല്ലാം സേവ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ 12:10 വളരെ മുമ്പ് തന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷ് കൊടുത്ത് എക്സിറ്റ് ചെയ്യാവുന്നതാണ്, എക്സാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫിനിഷ് ബട്ടന്റെ പർപ്പസ് അതാണ്, നിങ്ങൾക്ക് എക്സാമിന് എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾ ഒരിക്കലും ആദ്യം കൊടുക്കരുത്, എല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഫിനിഷ് കൊടുക്കാവൂ. ഓക്കെ, ഫിനിഷ് കൊടുക്കുവാണ് ഞാനിപ്പോ. ഡു യു വാണ്ട് ടു ഫിനിഷ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്നതോടുകൂടി എക്സാം കഴിയും. സോ കൺഫേം കൊടുത്തു. സോ യുവർ എക്സാം ഇസ് കംപ്ലീറ്റഡ്, താങ്ക് യു എന്ന് പറഞ്ഞ് കാണിക്കും. അതോടുകൂടി എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി എക്സാമിന്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ ഓൺലൈൻ എക്സാം റിസൾട്ട് എന്ന് കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പബ്ലിക് ഹോളിഡേ അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങളുടെ എക്സാം ഡേറ്റ് ആൻഡ് ടൈം നോക്കുക. പിന്നെ ഇവിടെ എക്സ്റ്റേണൽ എന്ന് കാണുന്നത്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ മെയിൻ എക്സാം ആണ്, ഇന്റേണൽ എന്ന് പറയുന്നത് ക്ലാസ് ടെസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് HA സ്റ്റുഡൻസിന് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ ഉണ്ടാവും. അത് നോർമലായിട്ട് നിങ്ങൾക്ക് ഒരു ഡെമോ എക്സാം എഴുതുന്നതായിരിക്കും മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ എവിടെയും കൺസിഡർ ചെയ്യുന്നതല്ല, അത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള എക്സാമിനേഷൻ ആണ്. മെയിൻ ആയിട്ട് ക്ലാസ് ടെസ്റ്റും മെയിൻ എക്സാമും ആയിരിക്കും നമ്മൾ മാർക്സ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു എക്സാമിന്റെ നേരെ തന്നെ 60-ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്ന് കാണാം. അതിന്റെ നേരെ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ അന്നത്തെ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, അതിന് നിങ്ങൾ എന്ത് ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്തത് അതായിരിക്കും ഇവിടെ കാണാം കേട്ടോ. നമുക്ക് 4 ഓപ്ഷൻസ് കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ കറന്റ് സോഫ്റ്റ്വെയറിന് ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് കാണണം, എക്സാം കഴിഞ്ഞ് നമ്മൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എക്സാമിനേഷന്റെ സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ആൻസർ ആണ് കൊടുത്തതെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിന് നേരെ ഗ്രീൻ ടിക്ക് മാർക്ക് ആണെങ്കിൽ അത് റൈറ്റ് ആണ്, അതിന്റെ നേരെ റെഡ് ഇൻടു മാർക്ക് ആണെങ്കിൽ അത് റോങ് ആണെന്നാണ് അർത്ഥം. ഇനി ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾ അതിനൊരു ആൻസേഴ്സും കൊടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി ചില സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വരും, അതായത് നിങ്ങളുടെ നെറ്റ്വർക്ക് വളരെ വീക്ക് ആണെങ്കിൽ അപ്പോഴും സേവ് ആയിട്ടുണ്ടാവില്ല, അപ്പോഴും ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. അതുകൊണ്ട് നെറ്റ്വർക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ എക്സാമിനേഷൻ എഴുതാൻ സ്മൂത്ത് ആയിട്ട് എഴുതണമെങ്കിൽ ഒരു നല്ല സ്ട്രോങ് ഇന്റർനെറ്റ് കണക്ഷൻ വേണം, അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ, അതായത് ക്ലാസ് ടെസ്റ്റോ മെയിൻ എക്സാമിനേഷനോ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ, ഇപ്പൊ പാസ് മാർക്ക് ഞാൻ പറഞ്ഞായിരുന്നു 60-ൽ 36 പാസ് മാർക്ക്. നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ ക്ലാസ് ടെസ്റ്റിന് റീ എക്സാമിനേഷൻ ഇല്ല, മെയിൻ എക്സാമിന് റീ എക്സാമിനേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ എല്ലാ മൊഡ്യൂൾസും കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു റീ എക്സാമിനേഷൻ ഉണ്ടാവുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് മെയിൽ ആയിട്ട് വരും. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെ നിന്നുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും മെയിൽ വഴിയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം കോർഡിനേറ്ററിനെ, അതായത് എന്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന റിമൈൻഡർ മെയിൽസിന്റെയോ അല്ലെങ്കിൽ എക്സാം ടൈം ടേബിളിന്റെയോ താഴെയായിട്ട് നിങ്ങൾക്ക് എന്റെ നമ്പർ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ റീ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു മെയിൻ എക്സാമിന് മാത്രമേ ഉള്ളൂ, അത് എല്ലാ മൊഡ്യൂളും കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾക്ക് മെയിൽ വരും. ക്ലാസ് ടെസ്റ്റിന് നമുക്ക് റീ എക്സാം ഇല്ല, പക്ഷെ സ്റ്റിൽ ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക് നമ്മൾ ഇന്റേണൽ മാർക്കിങ്ങിലേക്ക് എടുക്കുന്നതാണ്. എല്ലാ മൊഡ്യൂളുകളുടെയും ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക്, നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക്, അതുപോലെ ലൈവ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ്, പിന്നെ ക്ലാസ്സിലെ നിങ്ങളുടെ പെർഫോമൻസ്, അതെല്ലാം വെച്ചൊരു പേഴ്സണൽ അസസ്മെന്റ്, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് 200-ൽ നമ്മളൊരു ഇന്റേണൽ മാർക്കിംഗ് നടത്തും. ആ ഇന്റേണൽ മാർക്കിങ്ങിൽ 120 ഉണ്ടെങ്കിലേ നിങ്ങൾ പാസ്സാകുള്ളൂ. അപ്പോൾ ISSB എക്സാമിനേഷൻ പാസ്സാകാനുള്ള 2 ക്രൈറ്റീരിയാസ് ആണ്. ഒന്ന്, ഇന്റേണലിന് ഔട്ട് ഓഫ് 200 120 മേടിച്ച് പാസ്സാവണം. 2, എല്ലാ മൊഡ്യൂളുകളുടെയും മെയിൻ എക്സാമിനേഷൻസ് ഔട്ട് ഓഫ് 60 36 വാങ്ങി നിങ്ങൾ പാസ്സായിരിക്കും. ഇത് 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ ISSB പാസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈവൻ ദോ നിങ്ങൾ ഫെയിൽ ആയാലും ഇനിയിപ്പോ നിങ്ങൾക്ക് 2 റീ എക്സാമിനേഷൻ ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 ചാൻസസ് നമുക്ക് ഫ്രീ ആണ്, 2 ചാൻസ് ഫ്രീ ആണ്. അതിനുശേഷം പെർ മൊഡ്യൂൾ 250 പേയ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം കോർഡിനേറ്ററിനെ കോൺടാക്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.